നമ്മുടെ ചട്നി അരച്ചിട്ടുണ്ട്. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അങ്ങനെ ഹെൽത്തിയായ നമ്മുടെ ചുണ്ടയ്ക്ക ചട്നി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ചുണ്ടയ്ക്ക ചട്നി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ചെറിയ വെങ്കായം, വെളുത്തുള്ളി, ശകലം പുളി, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ ചുണ്ടയ്ക്ക നമ്മളിങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുത്ത് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം. ഇതാ അങ്ങനെ ഒന്നില്ലാതെ എല്ലാം ചതച്ചെടുക്കുന്നുണ്ട്. ചതയ്ക്കുന്ന നമുക്ക് അത് പെട്ടെന്നത് വറക്കാൻ വേണ്ടിയാണ്, വേവാൻ വേണ്ടി. നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ചെറു തീയിൽ നല്ലപോലെ വേവിച്ച് വാട്ടിയെടുക്കുക. ഈ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു ചുണ്ടയ്ക്ക ചട്നിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചതച്ച ചുണ്ടയ്ക്കയെല്ലാം എണ്ണയിൽ മൂത്തപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട്. എല്ലാത്തിനും ഒരു പൊങ്ങി വന്നു. അപ്പോൾ മൂക്കാറായി നഷ്ടം. മൂത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കുക. ഇനി അതിലോട്ട് തന്നെ ശകലം എണ്ണ ഒഴിച്ചിട്ട് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായ മുളകും ഇട്ട് കൊടുക്കുക. എത്രയാണ് എരിവാണ് അതിനാവശ്യമായ മുളക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഈ ചുണ്ടയ്ക്കാട് ചെറിയ ചെറിയ അരിയാണെങ്കിൽ അതിന് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അതും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക. ഒരു നുള്ളു കായം, ആവശ്യത്തിന് ഉപ്പ്, വെച്ചേക്കുന്ന തേങ്ങ, നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുണ്ടയ്ക്ക കുട്ടന്മാരെയും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത്, ഒരു ശകലം പോലും.